അപ്പോൾ ഈ സുദർശന ചക്രം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കുരള് അഗസ്ത്യർ ഇപ്രകാരമാണ് പറയുന്നത്. ഓട് ഒരു വട്ട വരയിപ്പിച്ചിട്ടായത്, അതായത് നമ്മളിങ്ങനെ പൂജ്യവിടുമാർ പുറകെ അഞ്ച് ചുറ്റും വരെ അതിന്മേൽ ചുറ്റി പുറകെ അഞ്ച് ചുറ്റി വരും. ആട് കണ്ട ശത്രുക്കൾ വർണ്ണനാഥം അഴകാണ് 108 ഒരു അതിന് കോളങ്ങൾ നിശ്ചയിച്ചിട്ട് ആ കോളത്തിനകത്തായിട്ട് നമശിവായ നമശിവായ ശിവജനമ ഇങ്ങനെയൊക്കെയാണ് അതിന് വേർതിരിച്ച് 25 അത് നമശിവായ. നമശിവായ എന്ന് പറയുന്നത് ദൈവം ആദ്യം സൃഷ്ടിച്ചതായ പഞ്ചഭൂതങ്ങളെയാണ് ഈ നമശിവായ. അത് ഭൂമി പാദമിടാമെന്ന്, ഭൂമിയില്ലാതെ ജീവിക്കാനൊക്കില്ല. നഹാരമാണ് ഭൂമി, മഹാരമാണ് ജലം ജീവനാകുന്നു, ജലമില്ലെങ്കിൽ ജീവിക്കാനൊക്കില്ല. ശിഖാരം അഗ്നി, ജലനമില്ലാത്തതും മരണമില്ലാത്തതുമായ ഒരു ഭൂതമാണ് അത് അഗ്നി. അപ്പോൾ ഈ അഗ്നി പുറത്തെയാണ് എല്ലാ ദേവന്മാരെയും ദേവാലയങ്ങളിലും പൂജകളിലും നടത്തി ആരാധിക്കുന്നതെല്ലാം ഈ പഞ്ചഭൂതത്തിലൊരു ഭൂതമായ. ഇപ്പോഴീ സൂര്യൻ ഉദിച്ചില്ലെങ്കിൽ വെള്ളമെല്ലാം പാറകഷ്ണം പോലെ എടുക്കേണ്ടത്. മഹാരം എന്ന് പറയുന്ന ഒരു ഭൂതമാണ്. അത് ജീവവായു അതിലാണ് നിൽക്കുന്നത്. യഹാരം എന്ന് പറയുന്ന യമപുരി ഈശ്വരൻ. അപ്പോൾ ദൈവം ആദ്യം സൃഷ്ടിച്ച സ്ഥലമാണ് ആകാശം. അപ്പോൾ ഇതാണ് 5 പഞ്ചഭൂതം. ഈ 5 പഞ്ചഭൂതങ്ങളിട്ട് ഈ 108 ഓം നമശിവായ എന്ന് പറയുന്ന അക്ഷരം ഓം സൃഷ്ടിക്കുന്നവൻ വളർത്തുന്നവൻ സഞ്ചരിക്കണം. നമശിവായ 5 പഞ്ചഭൂതം. ഇതിനെയാണ് ശുക്രാചാര്യൻ അഗസ്ത്യരിൽ നിന്നും കരസ്ഥമാക്കിയ വിദ്യയാണ്. അതുകൊണ്ടാണ് കർച്ചരിയ ശീതകനെ കട്ട കള്ളൻ സീതയെ മോഷിച്ചവൻ കരുതവന് സേനകളാണ്. അവരെല്ലാം ആ സേനകളെല്ലാം ഭയങ്കരമായി ഫേമസായിട്ട് ഇത് ഈ മന്ത്രാശക്തി ഉണ്ടെന്നാണ് പറയുന്നത് തമിഴ്. അപ്പോൾ ഈ സർവ്വവിദ്യയുടെ ഗുരുനാഥൻ അഗസ്ത്യരാണ്. അഗസ്ത്യർ ഈ പഞ്ചഭൂതങ്ങളെയാണ് പൂജിച്ച്, അതാണ് സുദർശനം. പക്ഷേ ഇതിന് വേറെ മന്ത്രമുണ്ട്. സുദർശന യന്ത്രം 1,01 അക്ഷരമുണ്ട്. അപ്പോൾ 101 ആയതിനു ശേഷമേ ഇതിന് ഫലിതമുണ്ടാകുമെന്നാണ് പറയുന്നത്. ഇതാണ് ഈ ബിസിനസ് സ്ഥാപനങ്ങളിലൊക്കെ സുദർശന ചക്രം വരച്ചു വെച്ചിരിക്കുന്നുണ്ട്. തിരിച്ച് ഇനി ഈ സുദർശനം കഴിഞ്ഞാൽ ഇനി വേറെയുമുണ്ട്. എന്താണ് ശൂലിനി യന്ത്രം. ഇതും അഗസ്ത്യരുടെ വിദ്യയാണ്. ശൂലിനി യന്ത്രം. ഇത് അശ്വാരുടെ വിദ്യയാണ്. ഇത് അശ്വാരുടെ ഭയങ്കര ഫേമസായ വിദ്യയാണ്. ഇതെല്ലാം സിദ്ധാണ്. കഴിവ് എല്ലാവർക്കും അല്ല, ബ്രഹ്മജ്ഞാനം ഉള്ളവൻ്റെ കൈക്ക് മാത്രമേ നടക്കൂ. ഇതൊന്നും ആരെയും ചൂഷണം ചെയ്യാം. ഇതെല്ലാം ബിസിനസ് നടക്കുന്നവരുടെ കച്ചവട സ്ഥാപനങ്ങളിലൊക്കെ ആൾക്കാർ 5,000, 10,000, 25,000 ഒക്കെ വാങ്ങിച്ചിട്ടാണ് പല ലക്ഷങ്ങൾ ജയിക്കുന്നത്. ഇതൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ടെങ്കിലും ഞാനിക്ക് അത് കാര്യത്തിലേക്കൊന്നും നടക്കുന്നവനല്ല. ഇപ്പോൾ എനിക്ക് അറിയാമെന്നുള്ളത് പൊട്ടു ഐഡിയ മാത്രമല്ല. ഞാൻ പഠിക്കാത്ത വിദ്യകളൊക്കെ എന്ന് പറയാം, വലിയ വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ കുറവുണ്ട്. തമിഴ് ശാസ്ത്രങ്ങളാണ്, പിന്നെ മലയാളം അറിയാം. എല്ലാ വിദ്യയും വൈദ്യം മർമ്മശാസ്ത്രം മുതൽ പഠിക്കാത്ത വിദ്യകളൊന്നുമില്ല. പക്ഷെ ഒരു വര ഇങ്ങനെ വരച്ച് ആ വരയിൽ നിൽക്കാനുള്ള ഇടം ഞാൻ സമ്പാദിച്ചിട്ടില്ല. 3 പെൺപിള്ളേരായി 3 പേരെയും വിവാഹം കൊടുത്തു. 1 പേരെ ജീവിതത്തിലെ കഴിയാണ്. അതിനൊരു മകളെ വീട്ടിലാണ് ഞാനിപ്പോൾ എനിക്കൊരു സമയത്ത് പോലും വസ്തുവക ഉള്ളവനല്ല. ഇതിലുള്ള കുറച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട്. പഠിച്ചിട്ടുണ്ടോ?